കണ്ണൂർ ആറളത്ത് ആനമതിൽ കെട്ടുന്ന പദ്ധതിയിൽ ചില വീഴ്ചകളുണ്ടായെന്നും മതിലിന്റെ പ്രവൃത്തി അടുത്ത മാസം തുടങ്ങുമെന്നും വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ആറളത്ത് ദമ്പതികളെ ആന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. മരിച്ചവരുടെ കുടുംബത്തിലെ ഒരാൾക്ക് താൽക്കാലികമായി ജോലി നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. വൈകിട്ട് പ്രതിഷേധം അവസാനിച്ച ശേഷം മരണപ്പെട്ട ആദിവാസി ദമ്പതികളായ വെള്ളി, ലീല എന്നിവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന പ്രതിഷേധത്തിനാണ് കണ്ണൂരിലെ ആറളം സാക്ഷ്യം വഹിച്ചത്. ഏറെ നാളായി അനുഭവിക്കുന്ന വന്യജീവി ആക്രമണ ഭീഷണിയിൽ നിന്നും മോചനം വേണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം സമരത്തിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്നും മരണപ്പെട്ട വെള്ളിയുടെയും ലീലയുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്നുമായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട്. മന്ത്രി എ.കെ. ശശീന്ദ്രൻ, കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി M.V. ജയരാജൻ തുടങ്ങിയവരെയെല്ലാം പ്രതിഷേധക്കാർ തടഞ്ഞു നിർത്തി. മന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശി. വൈകിട്ടോടെ മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമരക്കാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ആനമതിലിന്റെ പ്രവൃത്തിയിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് സമ്മതിച്ച മന്ത്രി മതിലിന്റെ പ്രവൃത്തി ഉടൻ തുടങ്ങുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകി. RRT സംഘങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും. മരണപ്പെട്ടവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഇതിനുശേഷമാണ് മൃതദേഹവുമായി വന്ന ആംബുലൻസ് സമരക്കാർ കടത്തിവിട്ടത്. ആധുനിക ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തി നിരീക്ഷണ ക്യാമറകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി മാനന്തവാടിയിൽ ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇവിടെയും ആരംഭിക്കണമെന്നാണ്. അതേസമയം മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. അടുത്ത മാസം 3-ന് തിരുവനന്തപുരത്ത് അവലോകന യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. ഇതിനിടെ വന്യജീവി പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം വരുന്ന 27-ന് നടക്കും. കഴിഞ്ഞ ദിവസമാണ് ആദിവാസി ദമ്പതികളായ വെള്ളി, ലീല എന്നിവരെ ആറളം ഫാമിൽ ആന ചവിട്ടിക്കൊന്ന നിലയിൽ കണ്ടെത്തിയത്. അമൃത ന്യൂസ്, കണ്ണൂർ.